Good morning, ladies and gentlemen. Welcome to your favorite. ഇത് നത്തിങ് ഫോൺ 3A Pro, ഇത് നത്തിങ് ഫോൺ 3A. ഇത് ക്യാമറ 3x ഉണ്ട്, ഇതിൽ ക്യാമറ 2x ഉണ്ട്. ഈ 3x OIS ആണ്, ഇതിലും OIS ഉണ്ട്, പക്ഷേ അത് 50 മെഗാ പിക്സലാണ്. ഇതിൻ്റെ അൾട്രാവൈഡ് 8 മെഗാ പിക്സൽ, ഇതിൻ്റെ അൾട്രാവൈഡ് 8 മെഗാ പിക്സൽ. ആ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് എവിടെ പോയോണ്ടോ? എന്താണെങ്കിലും അതിന് നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഡിസൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഡിസൈനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നോക്കുവിൻ, ആഹ്ലാദിക്കിൻ, ഇംഗ്ലീഷ് ക്ലിക്സ് ചിക്കൻ, നിങ്ങൾക്ക് തന്നെ ഇത് കണ്ട് സന്തോഷിക്കാം. ആൻഡ് ആസ് യു നോ, ഈ രണ്ട് ഫോണിലും ലൈറ്റ് കത്തിച്ച് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് കത്തിക്കാൻ പറ്റുന്ന പരിപാടി വെക്കാൻ പറ്റും. ഈ ലൈറ്റ് കത്തുന്ന ടോർച്ച് നമുക്ക് ആഡ് ചെയ്യാം. പല കാര്യങ്ങളും നമുക്ക് ലോക്ക് സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഈ വർഷത്തെ വൺ ഓഫ് ദ പ്രത്യേകത ഇൻ ദ സോഫ്റ്റ്വെയർ ഗൈസ്. അതേപോലെ ഡിസൈൻ വൈസിൽ ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു തിളങ്ങുന്ന ഒരു ബട്ടൺ കാണാം. ഈ ബട്ടൺ നിങ്ങളുടെ മറ്റേ ക്യാമറ വെച്ചിട്ട് മറ്റേ ക്ലിക്ക് ചെയ്യണ ആ ബട്ടണല്ല, ഇതാണ് എസെൻഷ്യൽ കീ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സെക്കൻഡ് മെമ്മറി പോലെയാണ്. അതായത് രമണ, അതായത് നിങ്ങളിപ്പോൾ ബായ് നോക്കിക്കൊണ്ടിരിക്കില്ല, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇത് വരികയാണ്, ഈ പ്രോഡക്റ്റ് കൊള്ളാം, അപ്പം എനിക്കിത് ഇന്ന സ്ഥലത്ത് പോകുമ്പം ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കഴിക്കണം, ഇത് വാങ്ങിക്കണം എന്നൊക്കെ ഒരു ചിന്ത വരുന്ന സമയത്ത് ഒരു സ്ക്രീൻഷോട്ട് പോലെ എടുക്കുന്നു. നിങ്ങൾ അതിന് ടൈപ്പ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വോയിസ് ആയിട്ട് ഇടാം. ഞാൻ ഈ സാധനം കണ്ട ദിവസം എന്തുകൊണ്ടാണ്, ഇതെന്താണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തത്, എന്തിനു വേണ്ടിയാണ്, അതിന് വല്ല റിമൈൻഡർ വെക്കണോ, അതായത് ഞാൻ എവിടെ പോകുമ്പോൾ എനിക്കൊരു റിമൈൻഡർ വേണം, അപ്പം നിങ്ങൾക്ക് റിമൈൻഡറും വരും. ഇതൊരു AI ആപ്പ് തന്നെയാണ്, ഈ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയും. ഇത് 2 പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എസെൻഷ്യൽ സ്പേസിലോട്ട് പോകും. ഏറിപ്പോണ കേസല്ല പറയണത്, സ്പേസിലോട്ട് പോകും. ആ സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷൻ ഓഫ് മെമ്മറീസ് കാണാൻ പറ്റും. നിങ്ങൾ ആ സമയത്തെടുത്തപ്പോൾ എന്തെങ്കിലും നോട്ട് കുറിച്ചിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും വാ കൊണ്ട് മുഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ക്ലാച്ച് അടിക്കാം, അല്ലെങ്കിൽ അവിടെ പോകുമ്പം ഇതൊക്കെ ഓർമ്മയായിട്ട് നിങ്ങൾക്ക് വയ്ക്കാം. അതാണ് ഞാൻ പറയുന്നത്, ഇതൊരു സെക്കൻഡ് മെമ്മറിയാണ്. ഇതൊരു ഗംഭീര AI പരിപാടിയാണ്. അതായത് ബാക്കിയുള്ളവന്മാരെ AI പോലത്തെ കൊണച്ച കുത്തിയ പരിപാടിയൊന്നും നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിട്ടില്ല. AI ഇറേസിങ്, തേങ്ങ, മാങ്ങ, മറ്റേ ഇതുണ്ട് കേട്ടോ, സർക്കിൾ ടു സെർച്ച് ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫാസ്റ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ വളരെ ഫാസ്റ്റാണ്. വളരെ മനോഹരമായ ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് നിങ്ങളുടെ കൺമുന്നിലിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, ഇത് രണ്ടിലും അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. 6.7 ഇഞ്ചിൻ്റെ ഫ്ലെക്സിബിൾ ആമുലേറ്റ് ഡിസ്പ്ലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടിലും ഒരേ ഡിസ്പ്ലേ തന്നെയാണ് ഗൈസ്. പിന്നെ നമുക്ക് ഈ സാധനം, അതായത് നത്തിങ് ഫോൺ 3Aയിൽ 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും നത്തിങ് ഫോൺ 3A Proയിൽ 50 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഈ രണ്ട് ക്യാമറയും 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ പറയണം 40,000 രൂപയുടെ ഫോണിൽ വരെ ഇപ്പോഴും 1080p കൊടുക്കുന്നതിൻ്റെ കഷ്ടകാലം എനിക്ക് ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഗൈസ്. എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ മികവ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റവൻ പറയും മറ്റവൻ്റെ റിവ്യൂവിൽ. ഇതിലെടുത്ത് പറയാനുള്ളത് ഈ എസെൻഷ്യൽ കീയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് വിഡ്ജറ്റ്സ്, കുറച്ച് ഫോട്ടോ വിഡ്ജറ്റ്സ്, ഗാലറി വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ആപ്പ് ഗാലറി, ഏകദേശം ഒരു ഐഫോണിൻ്റെ ഒരു കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ഗാലറി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഞാൻ നിങ്ങൾ എന്തിനാണ് ഐഫോൺ എടുക്കുന്നത്? അതിൻ്റെ നത്തിങ് എടുക്കൂ. ക്ലീൻ സോഫ്റ്റ്വെയർ, നോ ബ്ലോട്ട്വെയർ, നോ BS. മനസ്സിലായില്ലേ? കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേരിൽ നമ്മൾ 2 സാധനം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് LPDDR4X റാമും UFS 2.2 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെയ്തേ പറ്റുള്ളൂ ഗൈസ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കൊരു പക്കാ ക്ലീൻ സോഫ്റ്റ്വെയർ, ഞാൻ പറയും നമ്മളൊരു ഈ ഒരു ഫോൺ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പക്കാ ഗെയിമർ, ഒരു പെർഫോമൻസ് ബേസ്, ഹെവി ബേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല. ഈ ഫോൺ ഇസ് ഫോർ പീപ്പിൾ ഹു വാണ്ട്സ് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ്, who wants a better design, a better യൂസർ ഫ്രണ്ട്ലി, എന്താ പറയുക, വളരെ ഈസ് ഓഫ് യൂസിനായിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ബ്ലോട്ട്വെയർസ് ഇല്ലാത്ത, യാതൊരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻ തരാത്ത ഒരു ഗംഭീര സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, നല്ല ക്യാമറ നമ്മൾ ഈ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 3X ഒപ്റ്റിക്കൽ, നമ്മളിവിടെ പെരിസ്കോപ്പിൻ്റെ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്. ഇവിടെ വരുമ്പോൾ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 50 മെഗാ പിക്സലിൻ്റെ OIS വരുന്ന ഹാൻഡ്സ് ഷേക്ക് ഫ്രീ, മറ്റേ ഷാർജ ഷേക്ക് ഫ്രീ ക്യാമറയാണ് 50 മെഗാ പിക്സലിൻ്റെ നമ്മൾ വൈഡ് കൊടുക്കുന്നത്. അതേപോലെ 2Xൻ്റെ ഒരു ഒപ്റ്റിക്കൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോണിൽ. ഈ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ പറയും കുറച്ചും കൂടെ ഒരു ബെറ്റർ ഒരു ക്യാമറ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഒരു ബെറ്റർ ഡിസൈൻ
ഒരു സ്റ്റാൻഡ് ഞാൻ പറയും നമ്മൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും ഏത് ഫോണാണത്, കൊള്ളാമല്ലോ, കണ്ടിട്ടില്ലാത്ത ഡിസൈനാണ്. അപ്പോൾ അവർ വന്ന് ചോദിക്കും ഇന്ന് എത്ര രൂപ, അവർ നിങ്ങൾ പറയും എൻ്റെ വില പറയും. അപ്പോൾ അവർ ഞെട്ടും, ഈ പൈസയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫോണോ, നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ, പറഞ്ഞു തരൂ സഹോദര, പറഞ്ഞു തരൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കില്ല കേട്ടോ. എനിക്ക് അതാണ് പറയാനുള്ളത്. ചുമ്മാ ഇരുന്നിട്ട് ഒരുമാതിരി കോഴി തപ്പട്ട് എന്ന് പറയരുത്, പറഞ്ഞു കൊടുക്കണം. നത്തിങ്ങിൻ്റെ ഫോണാണ്, ഇതിന് 24,999 രൂപയാണ് പ്രൈസ് വന്നത് 128 GB. ഇതിന് 29,999 128 GB വരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതിന് 256 വരുന്നുണ്ട്. 256 12 GB റാം, 8 GB റാം 256, പിന്നെ 8 GB റാം 128. ഇവിടെ വരുമ്പോൾ 8 GB 128ഉം 8 GB റാം 256 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെടുക്കുക. അതേപോലെ അപ്ഡേറ്റ്സ് പ്രോപ്പറായിട്ട് തരുന്ന ഫോണുകളും വളരെ കുറവാണ്. ഞാൻ ഏത് ബ്രാൻഡിനെ പറ്റിയാണ് പറയുന്നത് എനിക്ക് കുറച്ച് ഉരുളുന്ന ബ്രാൻഡാണ്, ഉരുളൽ ബ്രാൻഡാണ്. അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കില്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. അതേപോലെ 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി നല്ല കാര്യങ്ങളല്ലേ. അതേപോലെ ഇത് UAE റിലീസുണ്ട്. UAE നിങ്ങൾക്ക് ദർഹത്തിൻ്റെ ഇത് പ്രൈസ് ഞാൻ ഇവിടെ ഇട്ടേക്കാം. എനിക്കതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 3A Proയിൽ നിങ്ങൾക്ക് eSIM സപ്പോർട്ട് വരും. ഇന്ത്യയിൽ eSIM സപ്പോർട്ട് ഇല്ല. ഇതിൽ അല്ലെങ്കിൽ ഇന്ത്യയിലല്ല, വേഗത്ത് എവിടെയാണെങ്കിലും eSIM ഇല്ല, ഡ്യുവൽ സിം മാത്രമേ ഉള്ളൂ. ഇതിൽ ഡ്യുവൽ സിം വിത്ത് eSIM സപ്പോർട്ടുണ്ട്. ഒൺലി ഇൻ UAE, പിന്നെ വേറെ പുറം രാജ്യങ്ങൾ, ഇന്ത്യ ഒഴിച്ച്. ബിക്കോസ് ഇന്ത്യയിൽ എല്ലാവരും ഈ പറയുന്ന ഡ്യുവൽ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സപ്പോർട്ട് കൊടുക്കാത്തത് ഗൈസ്. എനിവേസ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിമർശിക്കാൻ വരികയാണെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഒരു ടെക് ഭയങ്കര ഹെവി ആയിട്ടുള്ളവർക്ക് അവർക്ക് പറയാം, യെസ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് 2.2, ഇറ്റ് ഈസ് നോൺ സെൻസ്, ഇറ്റ് ഈസ് ബുൾ, വാട്ട് ഈസ് ദിസ് ഇൻ 2025 യു ആർ കമ്മിങ് ഔട്ട് വിത്ത് ദിസ്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. ദിസ് സോഫ്റ്റ്വെയർ ആൻഡ് ദിസ് ചിപ്സെറ്റ് ഈസ് വെൽ ഒപ്റ്റിമൈസ്. ചിപ്സെറ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 2 ഫോണിലും. യെസ്, സ്നാപ്ഡ്രാഗൺ ഇസ് ബാക്ക്. അത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 60 FPS ഗെയിമിങ് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കളിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോണല്ല. അതേപോലെ നമ്മൾ വേപ്പർ ചേമ്പർ സിറ്റുവേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് ഈ ഫോണിൽ. അതേപോലെ IP64ൻ്റെ വാട്ടർ ഇതാണ് മറ്റേ ഇതിൽ മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറയണ്ട. പിന്നെ വയർലെസ് ചാർജിങ് ഇല്ല, NFC ഉണ്ട്, ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എല്ലാ കോഡൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്കിവിടെ നത്തിങ് ഫോൺ 3A സീരീസിനെ പറ്റി പറയാനുള്ളത്. ഇതാണ് ഫോൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ജസ്റ്റ് ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ആൻഡ് ഹൗ സ്റ്റാൻഡ് ഔട്ട് ദിസ് ഇസ്. ആൻഡ് അതേപോലെ ഇതിന് ഒരു ഗ്രേ കളറുണ്ട്, ഇതിന് ഒരു നീല കളറും, ഒരു പൊളപ്പം നീലയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ണ് കാണും. അതേപോലെ ഒരു കറുപ്പ് കളറും, പിന്നെ ഈ വെള്ള കളറാണ് വരുന്നത്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ദുബായിലും ഇന്ത്യയിലും ഈ സാധനം ഉടനെ അവൈലബിൾ ആവുന്നതായിരിക്കും. ദുബായിൽ ഏകദേശം ഈ മാസം 19-ാം തീയതിയാണ് റിലീസ്. നാട്ടിലും ഏറെക്കുറെ ആ സമയത്തൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ തന്നെ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. വിത്ത് റിയലി ഗുഡ് ബാറ്ററി ലൈഫ്. യെസ്, 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത് 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ മറ്റേ ബാറ്ററി സാധനമുള്ള ചാർജർ ഇല്ല കേട്ടോ വെട്ടിയില്ലാത്ത. പക്ഷേ നമ്മൾ നത്തിങ്ങിൻ്റെ തന്നെ ചാർജറുണ്ട്, അത് മേടിക്കാം. ഏത് CMFൻ്റെ അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഫണ്ടും കിട്ടും, നിങ്ങൾക്ക് ചാർജും ചെയ്യാം. നിങ്ങൾ ഗെയിമിങ് ചിന്തിക്കുന്നവരാണെങ്കിൽ യു ക്യാൻ ഗോ ലുക്ക് എൽസ്വെയർ ഗൈസ്. ബട്ട് ഇഫ് യു വാണ്ട് എ റിയലി ഗുഡ് ഫോൺ with really good software update, with essential key and all those stuff, this is it guys. This is the best we can offer. And also stay tuned for the Nothing Phone 3. അതും ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ഒരു ബഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതെന്തിനായിരിക്കും? വെയിറ്റ് ചെയ്യ് വരും. അതിലും ക്യാമറയൊക്കെ ഏകദേശം ഇതുപോലത്തെയൊക്കെ സെറ്റായിരിക്കും. എനിക്ക് പറയാനുള്ളത് 40,000 രൂപ ഫോണിൽ ഇപ്പോഴും പെരിസ്കോപ്പ് ഇല്ല, കൊടുക്കായിരുന്നു അല്ലേ? ആരും കൊടുക്കുക. അപ്പം ആരും OnePlus മേടിക്കരുത്, ഇത് മേടിക്കുക. ശരി.